മീൻസ് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് വന്നിട്ട് ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റിലെ പാർട്ട് 7 ആണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ ക്ലാസ്സസ് ഒക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. എന്തൊക്കെയായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്? നമ്മൾ ടി ടെസ്റ്റ് ഡിസ്കസ് ചെയ്തു, നോർമൽ ടെസ്റ്റ് അല്ലെങ്കിൽ ടെസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് തിയറി ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെൽ ബട്ടണിൽ ഓൾ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വന്നിട്ട് ഇമ്പോർട്ടൻസ് ഓഫ് അനോവ സോഫ്റ്റ്വെയർ പാക്കേജസ് ഓഫ് DOE ആണ്. ഓക്കെ, അപ്പം ആദ്യം വരുന്നതാണ് എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് അനോവ. അപ്പോൾ അനോവ എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ അനാലിസിസ് ഓഫ് വേരിയൻസ്. ഓക്കെ, A എന്ന് പറഞ്ഞാൽ അനാലിസിസ്, O എന്ന് പറഞ്ഞാൽ ഓഫ്, VA എന്ന് പറഞ്ഞാൽ വേരിയൻസ്. ഓക്കെ, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നോക്കിയത് ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉള്ളതിന്റെ വേരിയൻസ് എല്ലാം നമ്മൾ മീൻസ് അതിന്റെ അനാലിസിസ് എല്ലാം നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇവിടെ നോക്കാൻ പോകുന്നത് മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് ആണ്. അപ്പം ഇവിടെ വരുന്നത് മൂന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഇൻഡിപെൻഡന്റ് ഗ്രൂപ്പ്സിലോ ഉള്ള ഡിഫറൻസ് കണ്ടുപിടിക്കലാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. മീൻസ് ഡിഫറൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ നമ്മൾ നോക്കുന്നതാണ് ഈ ഒരു ഇമ്പോർട്ടൻസ്, മീൻസ് അനോവയുടെ ഇമ്പോർട്ടൻസ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇത് റിസർച്ചേഴ്സിന് വന്നിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, മീൻസ് ഇതിൽ ഡിഫറൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു എക്സ്പെരിമെന്റ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുമോ എന്നൊക്കെ നോക്കുന്നത് ഈ അനോവ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന കുറച്ച് കീസ് ആണ്. ഈ ഒരു റീസൺസ് കാരണമാണ് മെയിൻ ഇമ്പോർട്ടൻസ് ഓഫ് അനോവ വരുന്നത്. ഓക്കെ, ഫസ്റ്റ് വരുന്നതാണ് കമ്പാരിസൺ ഓഫ് മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ്. സെക്കൻഡ് വരുന്നതാണ് ഐഡന്റിഫൈ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസസ്. തേർഡ് വരുന്നതാണ് റെഡ്യൂസസ് ഇറർ റേറ്റ്സ്. ഫോർത്ത് വരുന്നതാണ് അനാലിസിസ് ഓഫ് വേരിയബിലിറ്റി. ഫിഫ്ത്ത് വരുന്നതാണ് എക്സ്റ്റൻഷൻസ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി. സിക്സ്ത് വരുന്നതാണ് ബേസിസ് ഓഫ് ഫർദർ അനാലിസിസ്. പിന്നെ സെവൻത്ത് വരുന്നതാണ് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, നമുക്ക് വേഗം എന്തൊക്കെയാണ് ഇതൊക്കെ നോക്കാം. ഓക്കെ, കമ്പയറിങ് മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് സൈമൾട്ടേനിയസ്ലി. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ ഒന്നോ അല്ലെങ്കിൽ അല്ല മൂന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ചെയ്യുന്നു. ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ രണ്ട് മീൻസ് ഒരെണ്ണമായിരിക്കും മെയിനായിട്ട് വരിക. ഓക്കെ, അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ ഈ ഒരു ടെസ്റ്റ് വെച്ച് നമ്മളിപ്പോൾ ചെയ്യുകയാണെന്ന് വെച്ചോ, ടെസ്റ്റ് വെച്ച് ഇപ്പോൾ മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് ചെയ്യുകയാണെന്ന് വെച്ചോ, അപ്പോൾ എന്താവും, നമുക്ക് ടൈപ്പ് 1 എറർ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഫോൾസ് പോസിറ്റീവ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നമ്മൾ അനോവ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പം എല്ലാ ഗ്രൂപ്പ്സും സൈമൾട്ടേനിയസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൺട്രോൾ ഇറർ റേറ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത് ഈ ഒരു അനോവ വെച്ചിട്ടാണ്. നെക്സ്റ്റ് വരുന്നതാണ് ഐഡന്റിഫൈ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസസ്. ഓക്കെ, അപ്പം എന്താണ് ജസ്റ്റ് ഒന്ന് വായിക്കാം. ANOVA helps to identify whether difference in the group means statistically significant. This may be crucial when and the studies determining the effect of different condition ഓഫ് ട്രീറ്റ്മെന്റ് എസെൻഷ്യൽ. ഓക്കെ, ഇപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അനോവ വന്നിട്ട് മൂന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഗ്രൂപ്പ്സ് ആയിരിക്കും ഇവിടെ നമ്മൾ എന്താ പറയുക ഡിഫറൻസസ് കണ്ടുപിടിക്കുന്നത്, സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ പറയുന്നത് വന്നിട്ട് എന്താ പറയുക, ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് വെച്ചോ, മീൻസ് അതിൽ കിട്ടിയിരിക്കുന്ന ആ ഒരു വാല്യൂ തെറ്റാണെങ്കിൽ നമ്മൾ അനോവ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിലുള്ള എന്താ പറയുക കറക്റ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് റെഡ്യൂസസ് ഇറർ റേറ്റ്സ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ റിസ്ക് കുറയ്ക്കാനായിട്ടാണ് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അനോവ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടൈപ്പ് 1 എറർ വരും, അത് വരാതിരിക്കാൻ നമ്മൾ അനോവ വെച്ച് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് അസസിങ് ഫാക്ടർ എഫക്ട്സ്. ഓക്കെ, മെനി എക്സ്പെരിമെന്റൽ ഡിസൈൻ മൾട്ടിപ്പിൾ ഫാക്ടർ മേ അഫക്ട് outcomes. ANOVA is useful for understanding particular factor has significant effect on independent variable. This makes vital experimental research, especially in the field of psychology, biology, medicine and economics. Okay, ANOVA വന്നിട്ട് മെയിനായിട്ട് നമുക്ക് അതിലുള്ള പർട്ടിക്കുലർ ഫാക്ടർ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ എ ബി
BC അങ്ങനെ അതിൻ്റെ കോമ്പിനേഷനൊക്കെ വന്നിട്ട് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻറ്റ് എഫക്റ്റ് ഡിപ്പെൻഡൻ്റ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇതിന് അസസ് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റും. ഓക്കെ, പിന്നെ ഇത് വൈറ്റൽ ഇൻ എക്സ്പെരിമെൻ്റൽ റിസർച്ച് ആണ്. എവിടേക്കാണ്? സൈക്കോളജി, ബയോളജി, മെഡിസിൻ ആൻഡ് എക്കണോമിക്സ്. നെക്സ്റ്റ് വരുന്നതാണ് ബേസിസ് ഓഫ് ഫർദർ അനാലിസിസ്. ഓക്കെ, അനോവ തന്നെ ഒരു ഫൗണ്ടേഷൻ ആയിരിക്കും. മറ്റുള്ള മീൻസ് ഇതിലും കുറച്ചുകൂടെ നല്ല എന്താ പറയുക, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അനോവയിലെല്ലാം ഒരു ഫൗണ്ടേഷൻ ആയിട്ടായിരിക്കും അനോവ സെർവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അനോവാസ്? ആൻകോവ. ആൻകോവ എന്താണ്? അനാലിസിസ് ഓഫ് കോവേരിയൻസ്. പിന്നെ വരുന്നതാണ് മാനോവ. മാനോവയിൽ വരുന്നതാണ് മൾട്ടി വേരിയറ്റ് അനാലിസിസ് ഓഫ് വേരിയൻസ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒരു വേഴ്സറ്റൈൽ ടൂളായിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ വന്നിട്ട് നമുക്ക് A ഈക്വൽ ടു B ഈക്വൽ ടു C, A ഈക്വൽ ടു A1 ഈക്വൽ ടു A2 ഈക്വൽ ടു A3 ഈക്വൽ ടു A4 നമ്മൾ ചെയ്യും. ഓക്കെ, അടുത്തത് B1 ഈക്വൽ ടു B2 ഈക്വൽ ടു B3 ഈക്വൽ ടു B4 നമ്മൾ ചെയ്യും. അപ്പോൾ ഈ കിട്ടുന്ന വാല്യൂസ് അല്ല ഒരു എന്താ പറയുക, ഇപ്പം A വന്നിട്ട് ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ അത് വന്നിട്ട് ഒരു എന്താ പറയുക മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരിക്കത്തില്ല, പിന്നെ ബെസ്റ്റ് പെർഫോമിംഗ് പ്രോഡക്റ്റ് ആയിരിക്കത്തില്ല, മോസ്റ്റ് എഫക്റ്റീവ് പ്രൊഡക്ഷൻ മെത്തേഡും ആയിരിക്കത്തില്ല. മീൻസ് ഇതെല്ലാം വന്നിട്ട് ഈക്വൽ ആയിട്ടാണ് വരണ എന്നുണ്ടെങ്കിൽ വന്നിട്ട് ഇത് വന്നിട്ട് ഒരു എഫക്റ്റീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരിക്കും, ബെസ്റ്റ് പെർഫോമിംഗ് പ്രോഡക്റ്റ് ആയിരിക്കും, പിന്നെ വരുന്നതാണ് മോസ്റ്റ് എഫക്റ്റീവ് പ്രൊഡക്ഷൻ മെത്തേഡ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് വരുന്നതാണ് സോഫ്റ്റ്വെയർ പാക്കേജസ് ഓഫ് DOE. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് വന്നിട്ട് 5 മാർക്ക് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങളിത് പഠിക്കണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് സോഫ്റ്റ്വെയർസ്? ഓക്കെ, ഫസ്റ്റ് വരുന്നതാണ് JMP ബൈ SAS, മിനി ടാബ്, ഡിസൈൻ എക്സ്പെർട്ട് ബൈ സ്റ്റാറ്റ് ACE, R with packages like DOE base, FRF2, RSM, Stat Graphics, MATLAB with statics and machine learning toolbox, Python with libraries such as PyDOE, Stat Models, Scikit-learn, പിന്നെ വരുന്നതാണ് Nimrod W. ഓക്കെ, അപ്പം നമുക്കിത് ഓരോന്ന് കാണാം. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊക്കെ എന്തൊക്കെയാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടണം. ഓക്കെ, അപ്പം JMPയിൽ ഇതിലെ ഫീച്ചേഴ്സ് കാണിച്ചിരിക്കുന്നത് വന്നിട്ട് യൂസർ ഫ്രണ്ട്ലി ഇൻ്റർഫേസ്, extensive DOE capabilities including custom design, screening, response surface, mixture and robust designs. ഇതിലെ strengths വന്നിട്ട് interactive data visualization, advanced statistical analysis, easy to use for both beginners and experts. ഓക്കെ, മിനി ടാബ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്രിഹെൻസീവ് DOE മോഡ്യൂൾ ഇൻക്ലൂഡിംഗ് ഫാക്ടോറിയൽ, ഫ്രാക്ഷണൽ ഫാക്ടോറിയൽ, റെസ്പോൺസ് സർഫസ്, ടഗുജി മെത്തേഡ് ആൻഡ് മിക്സർ ഡിസൈൻസ്. സ്ട്രെങ്ത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽ സ്യൂട്ടഡ് ഫോർ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോജക്ട്സ്, ഇൻറ്റഗ്രേറ്റ്സ് വിത്ത് 6 Sigma ടൂൾ, ഈസി ടു നാവിഗേറ്റ് ഇൻ്റർഫേസ്. നെക്സ്റ്റ് വരുന്നതാണ് ഡിസൈൻ എക്സ്പെർട്ട്. ഓക്കെ, ബൈ SAT ACE. ഇപ്പം ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് കാണാം. ഫോക്കസസ് സ്പെസിഫിക്കലി ഓൺ DOE, ഓഫറിംഗ് ഫാക്ടോറിയൽ, റെസ്പോൺസ് സർഫസ്, മിക്സർ ആൻഡ് കമ്പൈൻഡ് ഡിസൈൻസ്. ഓൾസോ ഇൻക്ലൂഡ് ഫീച്ചേഴ്സ് ഫോർ അനാലിസിസ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ. സ്ട്രെങ്ത് വന്നിട്ട് strong emphasis on DOE, power for optimization and graphical analysis suitable for various industries. Okay, അടുത്തത് വരുന്നതാണ് R with the packages like DOE base, FRF2, RSM. ഇതിലെ ഫീച്ചേഴ്സ് വന്നിട്ട് ഓപ്പൺ സോഴ്സ് പ്രോഗ്രാമിംഗ് എൻവിറോൺമെന്റ് വിത്ത് പാക്കേജ് ഫോർ കണ്ടക്ടിങ് DOE including factorial, response surface and other advanced designs. സ്ട്രെങ്ത് വന്നിട്ട് highly flexible, extensive community support, integrates with the different statistical and data manipulation packages. Integrates എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇൻറ്റഗ്രേഷൻ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? കൂട്ടാനായിട്ടാണ് ചെയ്യുന്നത്. ഡിഫറൻസിയേഷൻ എന്തിനാണ് ചെയ്യുന്നത്? കുറയ്ക്കാനായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ അടുത്തത് വരുന്നതാണ് സ്റ്റാറ്റ് ഗ്രാഫിക്സ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ഒ ഇ ഓപ്ഷൻ ഇൻക്ലൂഡ്സ് ഫാക്ടോറിയൽ റെസ്പോൺസ് സർഫസ് മിക്സ്ചർ ആൻഡ് തകുജി ഡിസൈൻസ് വിത്ത് സ്ട്രോങ് ഫോക്കസ് ഓൺ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ. സ്ട്രെങ്സ് വന്നിട്ട് ഇന്ററാക്റ്റീവ് ഗ്രാഫ്സ്, ഡീറ്റെയിൽഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഔട്ട്പുട്ട്, ഗുഡ് ഫോർ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസ്. നെക്സ്റ്റ് വരുന്നതാണ് മാറ്റ്ലാബ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് മെഷീൻ ലേണിംഗ് ടൂൾ. അപ്പോൾ ഇതിലെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമൈസബിൾ DOE solution with ability to handle complex designs and simulation, including factorial response surface and optimization problem. Strength വന്നിട്ട് highly flexible and programmable, great for users who need customized DOE solution and integration with other MATLAB functionalities. Okay. അപ്പം അടുത്തതാണ് പൈത്തണിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ സോഴ്സ് ലൈബ്രറീസ് ഓഫറിംഗ് വേരിയസ് DOE capabilities including full factorial, fractional factorial and response surface designs. Strength വന്നിട്ട് flexible, integrates well with data science workflow, extensive support from programming community. പിന്നെ Nemrod W. ഓക്കെ, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ specialized DOE software with a focus on ACE and a wide range of experimental design including screening and optimization. The strength എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ intuitive interference, specialized support for chemical and process industries. Okay, നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായോ? ഞാൻ സോഫ്റ്റ്വെയർ പാക്കേജസ് മാത്രമല്ലേ വായിച്ച് പറഞ്ഞുള്ളൂ. നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ പാക്കേജസ് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി, ഞാൻ നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സിൽ വന്നിട്ട് റോൾ ഓഫ് റാൻഡമൈസേഷൻ, റെപ്ലിക്കേഷൻ, ബ്ലോക്കിംഗ് ആണ്. പിന്നെ എക്സ്പ്ലെയിൻ കൺഫൗണ്ടിങ് ഏരിയ സ്ട്രക്ചർ ഇൻ ഫ്രാക്ഷണൽ ഫാക്ടോറിയൽ ഡിസൈൻ. ഓക്കെ, താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാംസ്.